കിട്ടൂല. എന്താ ഇവിടെ? ഞാൻ കൈ നോക്കുവാ. ഓഹോ, അപ്പൊ നിനക്ക് കൈ നോക്കാനും അറിയാം. ഞാൻ വിചാരിച്ചു വായി നോക്കാൻ മാത്രം അറിയുള്ളൂ. ഇടിയപ്പം ഒറ്റ ഇടിക്ക് നീ അപ്പിടും. അല്ല, ഇവളുടെ കയ്യിലൊരു സ്പെഷ്യൽ വരയുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അവളി പണിക്ക് ഇറങ്ങിയത്. എല്ലാവരോടുമായിട്ട് പറയാ, ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. പണ്ട് കറിയാച്ചൻ വന്ന് ബുള്ളറ്റിന്റെ പുറകെ കയറ്റിക്കൊണ്ട് പോകുമ്പോ മുറുക്ക പിടിക്കാൻ പറയും. എവിടെ? കെട്ടിപ്പിടിച്ച് പുറയിലിരിക്കുമ്പോ കറിയാച്ചന്റെ ഒരു പറച്ചില, നിനക്ക് ചന്ദനത്തിന്റെ മണാന്ന്. ഇപ്പൊ ചാണകത്തിന്റെ. അതെ, ഈ കുഞ്ഞുങ്ങൾ അപ്പിയുടെ മൂത്രമൊഴിക്കം ചെയ്യുമ്പോ അറിയാതിരിക്കാനുള്ള മാഗി ഉണ്ടോ? അല്ല, സ്നഗ്ഗി എന്നാ ഉദ്ദേശിച്ചത്. അതിന്റെ ആവശ്യത്തുള്ളേ. ഓ, താങ്ക് യു. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബേബി ഫുഡ് എന്നാ ഉള്ളത്? ഈ പ്രായത്തിൽ ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ഏറ്റവും അത് ഏത് വശത്താ ഇരിക്കണത്? ഞങ്ങൾ എടുത്തോളാം. സോറി, നീങ്ങ വന്നേ. ആദ്യം ഇവിടെ സ്റ്റോറി പറഞ്ഞു സാധനം വാങ്ങണമെങ്കിൽ. ഉണ്ടെങ്കിൽ 2 ടിന്ന് വാങ്ങി സ്റ്റോർ ചെയ്തൂടെ? അതെ, ഒരു കൊച്ചു കഴുത്തെ തൂങ്ങിയത് പോരാ അല്ലേ? അതല്ലെന്നേ, ഞാൻ ആ സ്ത്രീയുടെ ബാക്ക് നോക്കിയതാ. അയ്യേ, നിനക്ക് എന്നോടെങ്കിൽ വൃത്തികെട്ട ശീലം. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ആ ഇരിക്കുന്ന ആളോട് ചെന്ന് പറയാം. പോത്തിനോടാണോ വേറെ ഓതുന്നത്? എന്റെ മൂന്ന് തന്നെയാണോ അതോ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ച കൊക്കാവൂ. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ട്. ഓ, ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചു. ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോ? ഓട്ടോ പോകാനുള്ള കാർ ഇരിക്കുന്നത്. മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ലാണ്ട. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നമ്മള് 4 പേരില്ലായിരുന്നു. ഇപ്പോഴും 4 പേരുണ്ടല്ലോ. 1 2 3 4. അവനില്ലേ? ചുമ്മാ കേട്ടാ. 1 2 3 4 4. സഹിക്കാൻ വയ്യ. എന്നാ പോലും അറിഞ്ഞൂടാ. 1 2 3 4. ശരിയാണല്ലോ, 4 പേരുണ്ടല്ലോ. അത് ശരിയാകില്ല. നമ്മുടെ ഭാഗവതി. ഭാഗ. അതെ, തൊട്ടിയ 4 പേര് ഒന്നിച്ച് ഭ്രാന്താശുപത്രി നിന്ന് പുറത്തിയാടി. 3 പേര് തിരിച്ചു ചെന്നു. 4-അവൻ എവിടെ? എവിടെ? കൊന്നു. ആര് കൊന്നു? നമ്മള് കൊന്നു. എപ്പോ? അതല്ല, അങ്ങനെ കരുതുന്നു പറയായിരുന്നു. തല്ലിന്റെ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. കുടച്ചെത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം. മനുഷ്യന്റെ എല്ല് വെള്ളായി. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ദാസ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തിൽ. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയി പോയി. ഉന്തുവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാസിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കൽ എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലെടുത്ത് തൂത്താ പോകൂല. ഇത് ഏതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വികലാംഗയാണോ? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന്. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ഇതാണ് പെണ്ണിന്റെ അമ്മ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം. ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ.
എന്താ ഒരു സ്വകാര്യം? അമ്മയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. By the way, എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നു? ഒഴിവു സമയം കിട്ടാറില്ല. ഓ